ഇന്നത്തെ വീഡിയോ നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുന്നവർക്കും കെമിക്കൽ ഹെയർ ഡൈ ചെയ്യുന്നവർക്കും ഒരുപോലെ അത്യാവശ്യമുള്ള ഒരു വീഡിയോ ആണ്. കെമിക്കൽ ഡൈ ചെയ്യുന്നവരെ എനിക്കറിയാം, അവർക്ക് നാച്ചുറൽ ഡൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. കാരണം സമയമില്ലായ്മയാണ് പലർക്കും. അപ്പോൾ നമ്മൾ മുടി ഡൈ ചെയ്യുന്നതിനോടൊപ്പം മറ്റുള്ള മുടി നരക്കാതിരിക്കാനുള്ള റെമഡി കൂടി നമ്മൾ നോക്കണം. അത് മാത്രമല്ല, മുടി കഴിച്ചാലും ധാരാളമായിട്ടുണ്ടാവും. ഇതിനൊക്കെയുള്ള ഒരു പരിഹാരമാണ് ഞാൻ 3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുള്ളത്. അപ്പോൾ ഇത് ഒരുമിച്ച് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് ഈസിയായി ആഴ്ചയിൽ 1-2 പ്രാവശ്യം നമുക്ക് ചെയ്യാവുന്നതാണ്. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ ഉലുവ എടുക്കണം. ഇതിന് ഉലുവ കഴുകിയതിന് ശേഷം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ല തിളച്ച വെള്ളമാണ്. ഉലുവ നമ്മൾ തിളപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നല്ല തിളയ്ക്കുന്ന വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് നെല്ലിക്കാപ്പൊടിയാണ്. ഇത് ഞാൻ ഇവിടെ ഉണ്ടാക്കിയ നെല്ലിക്കാപ്പൊടിയാണ്. സീസണിൽ നന്നായി നെല്ലിക്ക കിട്ടുന്ന സമയത്ത് വാങ്ങി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ ഇട്ടിരുന്നു. അത് 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയിൽ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ച നെല്ലിക്ക ഉണ്ടെങ്കിൽ അത് അരച്ച് ചേർത്താലും മതി. ഇതിൻ്റെ കൂടെ എല്ലാ സീസണിലും നെല്ലിക്ക കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിതുപോലെ നെല്ലിക്ക ഉണക്കി പൊടിച്ച് വെക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ടത് കറുകപ്പട്ട പൊടിച്ചതാണ്, അതായത് സിനമൺ പൗഡർ. അതും 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനിവിടെ പൊടിച്ചതാണ്. അപ്പോൾ ഇത് വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. ഇപ്പോൾ സിനമൺ പൗഡർ വാങ്ങിക്കാനും കിട്ടുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഓവർനൈറ്റ് നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. സിനമൺ പൗഡർ നമ്മുടെ മുടിയിൽ ഡാൻഡ്രഫോ ഉണ്ടെങ്കിലോ ഭയങ്കര ഇച്ചിങ് ഉണ്ടെങ്കിലോ ഇതൊക്കെ മാറ്റാനാണ് കേട്ടോ ഈ സിനമൺ പൗഡർ ചേർക്കുന്നത്. ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ. നന്നായി കുതിർന്ന് എല്ലാം ഉലുവയൊക്കെ നന്നായി കുതിർന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്ത് നമ്മളൊരു സ്പ്രേ ബോട്ടിലാക്കി നമ്മുടെ മുടിയിൽ ആഴ്ചയിൽ 2 ദിവസങ്ങളിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം. വെറുതെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കുളിക്കുന്നതിന് മുന്നേ വേണമെന്നോ അങ്ങനെയൊന്നുമില്ല. രാത്രി വേണം, രാത്രി സ്പ്രേ ചെയ്ത് വെറുതെ മുടി കെട്ടിക്കിടന്നാൽ മതി. പിറ്റേ ദിവസം എന്നിട്ട് കുളിച്ചാൽ മതി. അധികം നനയാനല്ല, നമ്മൾ സ്കാൽപ്പിലാണ് സ്പ്രേ ചെയ്യുന്നത്. അതിന് മുന്നേ ഒന്ന് മുടി ചെറുതായി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. മസാജ് ചെയ്തതിന് ശേഷം ഇതൊന്ന് സ്പ്രേ ചെയ്യുക. ഇതിലേക്ക് വേണമെങ്കിൽ വൈറ്റമിൻ ഇ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ. അത് വേണമെന്നില്ല കേട്ടോ. നമ്മളിതിലേക്ക് നെല്ലിക്കൊക്കെ ചേർത്തുകൊണ്ട് അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലെ ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പോൾ കുറച്ചെടുത്ത് നമുക്ക് ഓരോ ദിവസം ഉപയോഗിക്കാം. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ അരിച്ചെടുത്ത ഉലുവ വെച്ച് നമുക്ക് ഒരു പാക്ക് തയ്യാറാക്കാം. ഈ പാക്കും നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം നമുക്ക് മുടിയിൽ തേച്ച് കൊടുക്കാം. അപ്പോൾ ഇതെങ്ങനെ തേച്ച് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം നമ്മൾക്ക് ഇതിലേക്ക് കഞ്ഞിവെള്ളം ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇത് അരയ്ക്കാൻ ആവശ്യമുള്ളത്ര കഞ്ഞിവെള്ളം, നമ്മൾ തലേ ദിവസം കഞ്ഞിവെള്ളം കുറച്ച് കട്ടിയില്ലാതെ എടുത്ത് വെക്കണം കേട്ടോ. ഇത് സ്മൂത്തായി വേണം അരച്ചെടുക്കാൻ. ഇത് എത്ര സ്മൂത്തായി അരച്ചെടുത്താലും നിങ്ങൾക്കറിയാമല്ലോ, നമ്മൾ ഈ ഉലുവ നമ്മളെ മുടിയിൽ അവിടെ ഇവിടെയൊക്കെ പറ്റിപ്പിടിക്കും. അപ്പോൾ നമ്മളിതൊന്ന് അരിച്ചെടുക്കണം. നേരെ ഒരു മസ്ലിൻ തുണിയിൽ അരിച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ നമ്മൾ ഒരു അരിപ്പയിലിട്ട് നമുക്ക് നന്നായി ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ കാണിച്ചു തരാം എങ്ങനെ അരിക്കേണ്ടതെന്നുള്ളത്. ഇപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കരുതണ്ട ഇത്രയും കട്ടിയിലാകുമ്പോൾ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുമില്ല. അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അധികം ഞാൻ ഇതിൽ വെള്ളമാക്കാത്ത എന്തുകൊണ്ട് വെച്ചാൽ നമുക്ക് ഇനി ഇതിൽ ചേർത്ത് കൊടുക്കാണ്ട് സാധനങ്ങൾ. അപ്പോൾ അത് കൂടുതൽ നമ്മുടെ മുടിയിൽ ഒട്ടി നിൽക്കണമല്ലോ, അല്ലെങ്കിൽ തേക്കുമ്പം ഒലിച്ചിറങ്ങുമല്ലോ. അതുകൊണ്ടാണ് ഇത്രയും കട്ടിയിൽ അരച്ചെടുക്കുന്നത്. ഇതുപോലെ അരിപ്പയിലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അടിയിൽ കൂടി നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെയാണ് തുണിയിലും. അപ്പോൾ അടിയിൽ കൂടി നമുക്കെല്ലാം എടുക്കാൻ പറ്റും. ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഒരു മുട്ടയുടെ വെള്ളയാണ്. മഞ്ഞ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറിയൊരു മണം ഉണ്ടാവും നമുക്ക് ഈ പാക്ക് തലയിലിടുമ്പോൾ. അത് ചിലവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. അത് കുഴപ്പമില്ലാത്തവർക്ക് മഞ്ഞ കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മഞ്ഞ മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പിന്നെ നിങ്ങളൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ പാക്ക് ഉണ്ടാക്കി കുറച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനാണെങ്കിൽ, അപ്പം ആദ്യം നമ്മൾ കുറച്ച് ഇതിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് ഈ മുട്ടവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് ഇവിടെ 2 പേർക്ക് ഇടാനുള്ള ഒരു പാക്കാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയധികം ഇത് മിക്സ് ചെയ്തത്. നമുക്ക് ഒരാൾക്കാകുമ്പോൾ ചിലപ്പോൾ ഇത്രയും വേണ്ടി വരില്ല. ഞാൻ ഇതൊന്നുകൂടി മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല സ്മൂത്തായി കിട്ടി. അല്ലെങ്കിൽ നമ്മൾ എത്രയായാലും ആ മുട്ടവെള്ളം ചേർക്കുമ്പോൾ അത് മിക്സ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടി അടിച്ചെടുത്ത്. ഇപ്പോൾ ഇതാ നന്നായി തന്നെ അടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മുടിയിൽ തേക്കുന്ന ഓയിലുണ്ടല്ലോ, അത് ഏത് ഓയിലാണോ നിങ്ങൾ തേക്കുന്നത് അത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതായത് ഞാനിപ്പോൾ കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായി സ്മൂത്തായി വന്നിട്ടുണ്ട്. അപ്പം ഓയിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഓയിൽ ഇട്ടതാണെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ആ പാക്ക് നന്നായി തലയിലിട്ടതിന് ശേഷം സ്കാൽപ്പിലും ഫുള്ളിടണം. അത് കഴിഞ്ഞ് മുടിയിലിട്ട് നമ്മൾ നന്നായി കെട്ടി വെക്കണം. ആ കെട്ടി വെച്ചതിന് ശേഷം നമ്മൾ കുളിക്കാം. 1 മണിക്കൂറിന് ശേഷമാണ് ഞാൻ കുളിക്കാറ്. നിങ്ങൾ അരമണിക്കൂർ വരെ വെച്ചാൽ മതി കേട്ടോ. ഒന്ന് കുറച്ച് ഡ്രൈ ആകുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴുകി മാറ്റാം. നീരിറക്കമൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ഞാൻ കുളിച്ചതിന് ശേഷമുള്ള റിസൾട്ട് അവസാനം കാണിക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ മുടി. പിന്നെ ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല തിക്കായും തോന്നും കേട്ടോ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡാൻഡ്രഫും മുടി കൊഴിച്ചിലും ഒക്കെ മാറുന്നതാണ്. പക്ഷേ ആ കുളിക്കുമ്പോൾ നമ്മൾ ഇടേണ്ട ഒരു താളിയുണ്ട്. താളിയല്ല, ഇതൊരു ഷാമ്പു ആണ്. അപ്പോൾ എന്തായാലും കുട്ടികൾക്ക് ഷാമ്പു ഇടാതെ കുളിക്കില്ല. അപ്പോൾ ആ ഷാമ്പു തയ്യാറാക്കാൻ ഞാൻ ചെമ്പരത്തി പൂ ആണ് എടുത്തത്. പിന്നെ എടുത്തിട്ടില്ല, സോപ്പ് കായ ഉണക്കിയതാണ് കേട്ടോ.
ഇത് നമ്മൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. ഖാദി സ്റ്റോർ അല്ലെങ്കിൽ ഈ പൂജാ സാധനമൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ടല്ലോ, അവിടുന്ന് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അഥവാ നിങ്ങൾക്ക് ഈ സോപ്പ് കായ കിട്ടുന്നില്ലെങ്കിൽ ഷിക്കാക്കായി വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടാവും. അത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും കിട്ടുന്നുണ്ട്. അതായാലും മതി കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂവും, ഇത് ചെമ്പരത്തി പൂവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെമ്പരത്തി ഇല ആയാലും മതി. ഇത്രയും പൂവില്ലെങ്കിൽ, എനിക്ക് പൂവുള്ളതുകൊണ്ടാണ് ഞാനിത് പൂവ് തന്നെ എടുത്തത്. അപ്പോൾ ഇതും കൂടിയിട്ട് ഇതാ ഒരു 10-20 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ഷാമ്പു ചേർക്കേണ്ട ആവശ്യമില്ല, നമുക്ക് നാച്ചുറലായിട്ടുള്ള ഷാമ്പു തന്നെയാണ് ഇത്. അപ്പോൾ കുട്ടികൾ എന്തായാലും താലി മാത്രമാകുമ്പോൾ അവരത് തേച്ച് കുളിക്കില്ല, അതെനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. അപ്പോൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നിങ്ങളിത് കുറച്ച് മെനക്കെട്ട് കുട്ടികൾക്കായാലും വലിയവരായാലും ചെയ്താൽ നമ്മളെ മുടി കൊഴിച്ചിൽ തീരെ മാറി നന്നായി മുടി വളരും. പിന്നെ നമ്മളെ അകാല നര നിർത്താനും ഒക്കെ ഇത് നല്ലതാണ്. നമ്മൾ മറ്റേ ഷാമ്പു ഉപയോഗം കുറച്ച് കുറക്കുന്നത് നല്ലതാണ്. ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് ഇത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പം നോക്കി, ഞാൻ കുളിച്ച് ഉണങ്ങിക്കഴിയുമ്പോൾ മുടി എന്ത് നല്ല സോഫ്റ്റും തിക്കായിട്ടുണ്ടെന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.